അറിയോ? എല്ലാവർക്കും നമസ്കാരം. ഒരു തരത്തിലുള്ള മാറ്റമില്ലാത്തത്, ഏറ്റക്കുറച്ചിലില്ലാത്തത്, വികാരങ്ങൾക്ക് അടിപ്പെടാത്തത്, ഇതൊക്കെ നിത്യമായിട്ട് നിൽക്കുള്ളൂ. നിത്യമായത് അതാണ്. അനിത്യം എന്ന് പറഞ്ഞാൽ മാറ്റത്തിന് വിധേയമായത്, ഇല്ലാതെയാകുന്നത്, ഇതൊക്കെയാണ് അനിത്യം. ശാശ്വതമല്ലാത്തത്, നശ്വരമാണ്. സമാന ശബ്ദങ്ങൾ ഒരുപാടുണ്ട്. അനശ്വരം, നശ്വരം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ശരി. അപ്പൊ നിത്യവസ്തു ഏകം ബ്രഹ്മ തത് വ്യതിരിക്തം സർവമനിത്യം. അപ്പൊ ഇവിടെ നിത്യവസ്തുവായ ബ്രഹ്മം എന്നൊന്നുണ്ട്, അതിൽ നിന്ന് ഭിന്നമായതുമുണ്ട്. അപ്പോ അനിത്യമായിട്ടുള്ള, നിത്യമല്ലാത്ത ഒന്നും, ശാശ്വതമായിട്ടുള്ള മറ്റൊന്നും. ഇത് രണ്ടും എന്താണ്? രണ്ടിനെ എങ്ങനെയാണ് ഇപ്പൊ തിരിച്ചറിയുക? ഇതിന്റെ ഈ സാങ്കേതിക പദങ്ങൾ, ഇതൊക്കെ നമ്മൾ ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഉറപ്പിച്ച് പോയാൽ നല്ലതാണ്. നിങ്ങളിൽ ഭൂരിപക്ഷം പേര് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ നിന്ന് നേരിട്ട് പഠിച്ചതോ ആരെങ്കിലും പഠിപ്പിച്ചതോ ഒന്നും അല്ലാതെ നമ്മൾ, അല്ലെങ്കിൽ പ്രഭാഷണത്തിലോ എങ്ങനെയെങ്കിലും ഒക്കെ കേട്ട് നമ്മൾ പരിചയിച്ചിട്ടുള്ള ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നത് ശങ്കരാചാര്യ പറയുന്നത്. അതിന്റെ അടുത്ത വരി ജീവോ ബ്രഹ്മൈവ നാപര. ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ഇത് കേൾക്കാത്തവർ കുറവായിരിക്കും. സത്യമായിട്ടുള്ളത് ബ്രഹ്മമാണ്, ജഗത്ത് മിഥ്യയാണ്. ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ എന്താന്ന് പറഞ്ഞാൽ, കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കലില്ല, ഒരു വൈരുദ്ധ്യമുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു വിവേകമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് റാമൂളി വിടുകയാണ്. ഈ വേദാന്തി അല്ലെങ്കിൽ വേദാന്ത വിദ്യാർത്ഥി ഒരിക്കലും റാമൂളിയല്ല, റാമൂളി ആവരുത്. റാമൂളികൾക്ക് സത്യാന്വേഷണത്തിന് അവർക്ക് എവിടെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളിത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇതേ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ ഇവിടെ പറഞ്ഞത്. എന്താ ഇവിടെ പറഞ്ഞത്? നിത്യവസ്തു ഏകം ബ്രഹ്മ തദ് വ്യതിരിക്തം സർവമനിത്യം ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ഇത് രണ്ടും ഒന്നാണോ എന്ന്, ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നാണോ എന്ന് വെച്ചാൽ ഒന്ന് തന്നെ. അപ്പൊ ഇവിടെ സർവമനിത്യം എന്ന് പറയുന്നിടത്താണ് എന്ത് പറയുന്നത്? ജഗത്ത് വരും. ബ്രഹ്മസത്യം, പിന്നെ അത് അതുപോലെ തന്നെയാണ് ഇവിടെ. നിത്യവസ്തു ഏകം ബ്രഹ്മ, ജഗത്ത് മിഥ്യ എന്ന് പറയുന്നിടത്താണ് എന്ത് വരുന്നത്? തത് വ്യതിരിക്തം, അതിൽ നിന്ന് ഭിന്നമായതെല്ലാം എന്ന് പറയുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ശ്ലോകത്തെ, ഇവിടെ പറഞ്ഞ ആചാര്യസ്വാമികൾ പറഞ്ഞ ഇതിന് ആചാര്യസ്വാമികൾ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുള്ള, ഉപയോഗിച്ചിട്ടുള്ള ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന നമുക്ക് കുറച്ചുകൂടെ ചിന്ത ചെയ്യാൻ സൗകര്യപ്രദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടുത്തെ സർവമനിത്യം എന്നതിനെ നമുക്ക് പരിചയമാവണമെങ്കിൽ, സർവമനിത്യം എന്ന ശബ്ദത്തിന് ഇവിടെ ആചാര്യസ്വാമികൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണോ നമ്മുടെ കാഴ്ചയ്ക്ക് വിധേയമായിട്ട് നമ്മുടെ മുന്നിലുള്ളത്, നമ്മുടെ കേൾവിക്ക്. നമ്മൾ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത് 5 പ്രകാരത്തിലാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇതിന് നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. ആ ഇന്ദ്രിയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയും. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇതിലൂടെ ശബ്ദ, സ്പർശ, രസ, രൂപ, ഗന്ധാദികളിലൂടെ നമ്മൾ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു.
ഇങ്ങനെയാണ് ഈ പ്രപഞ്ചാനുഭവം നമ്മളിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ നിന്നിട്ടാണ് നമ്മളോട് ഇത് പറയുന്നത്. ജഗത്ത് മിഥ്യയാണ്. അപ്പൊ എന്താണ് ജഗത്ത്? നമുക്ക് ഈ അനുഭവവേദ്യമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടാണ്. അതിനെയാണ് ഇവിടെ സർവം അനിത്യം എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചത്. സർവം എന്നുള്ള ശബ്ദം കൊണ്ട്, സർവനാമം കൊണ്ട് അനിത്യമായ സർവ്വതിനെയും ശ്രദ്ധിക്കുക. അപ്പോ എന്താണ് നിത്യമായിട്ടുള്ളത്, എന്താണ് ഇല്ലാത്തത്? ഇനി ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയി കഴിഞ്ഞു. ഒന്ന് തത്വബോധത്തിലെ സ്റ്റേറ്റ്മെന്റ്, ബ്രഹ്മത്തെ കുറിച്ച്, അല്ലെങ്കിൽ നിത്യാനിത്യ വസ്തു വിവേകം എന്ന് പറയുന്ന, എന്താണ് ആ വിവേകം എന്നതിന്റെ നിർവചനം. എന്താണ്? നിത്യവസ്തു ഏകം ബ്രഹ്മ തദ്വ്യതിരിക്തം സർവമനിത്യം. സമാനമായിട്ട് ശങ്കരാചാര്യരുടെ തന്നെ അഭിപ്രായത്തെ കൊണ്ടുവന്നു. ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ബ്രഹ്മമാണ് സത്യമായിട്ടുള്ളത്, ജഗത്ത് മിഥ്യയാണ്. മിഥ്യ എന്നതിന് ഇല്ലാത്തത് എന്ന് നമ്മള് നമ്മുടെ ഭാഷയിൽ അർത്ഥം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ചെറിയ പെശകുണ്ട്. എന്താണ് ആ പെശക് എന്ന് ചോദിച്ചാൽ, അടുത്ത വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ആ വീട്ടിൽ എന്തോ കറണ്ട് പോയി, ബാക്കിയുള്ളിടത്തൊക്കെ ഉണ്ട്, ആ വീട്ടിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പോ ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് വന്ന് ചോദിക്കുകയാണ്, ചേച്ചി ഇവിടെ ടെസ്റ്റർ ഉണ്ടോ എന്ന് ചോദിച്ചു ചേട്ടൻ. അവിടെ എന്തോ കറണ്ട് പോയിട്ടുണ്ട്, അതൊന്ന് നോക്കാനാണ്, ടെസ്റ്റർ ഉണ്ടോ എന്ന്. അപ്പോ ഇവർക്ക് മനസ്സിലായി ടെസ്റ്റർ എന്താണ്, ഇലക്ട്രിസിറ്റി ലൈവ് ആണോ, കറണ്ട് അതിനുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വെച്ച് നോക്കുന്ന ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ പോലെയുള്ള ഒരു സാധനം ടെസ്റ്റർ. ടെസ്റ്റർ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, അയ്യോ ഇല്ലല്ലോ. അപ്പോ ടെസ്റ്റർ ഈ വീട്ടിൽ ഇല്ല എന്നുള്ള ഇല്ലായ്മ അവരെ സംബന്ധിച്ച് ആ ഇല്ലാത്തത്, ടെസ്റ്റർ ഇല്ലാത്തത് എന്നല്ല, ടെസ്റ്റർ ഇല്ല, വീട്ടിലില്ല. അപ്പൊ ഇല്ല എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇല്ല എന്ന് സർവ്വസാധാരണമായി നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇല്ലായ്മയുണ്ട്, ഇല്ല. ഇതേപോലെ തന്നെയാണ് നമ്മളിൽ പലരും, ഭൂരിപക്ഷം പേരും ജഗത്ത് ഇല്ല എന്നിട്ട് ചോദിക്കുകയാണ്, ജഗത്ത് ഇല്ലേ? എന്നിട്ടാണ് പലരും പല കോമഡി ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇറക്കുന്നത്. എന്താണെന്നറിയോ? ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് ഗുരു പറഞ്ഞപ്പോ ശിഷ്യൻ എണീറ്റ് പോയിട്ട് ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തു, കർണക്കുറ്റിക്ക്. അപ്പോ ഗുരു പെട്ടെന്ന് എണീറ്റിട്ട് പറഞ്ഞു, ഓ നീ എന്തൊരടിയാണ് എന്നെ അടിച്ചത്, മിഥ്യയാണ് സ്വാമി, അങ്ങനെയൊന്നും ഇല്ല. ഇതൊക്കെയാണ് നമ്മൾ ഇതിനെ കൗണ്ടർ ചെയ്യുന്നത്. ഈ കൗണ്ടർ പാർട്ട് ഉണ്ടാവുന്നത് തന്നെ എങ്ങനെയാണ്? ഈ അവിവേകത്തിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ വീട്ടിൽ ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് പറയുന്നത് പോലത്തെ ഈ ജഗത്തില്ല എന്നല്ല. അതാണ് ഈ മനസ്സിലാക്കലിന്റെ കുഴപ്പം. വേദാന്തം ചെറിയ ധാരണാപിശകുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് മൊത്തം ഈ ബിൽഡിംഗ് ഇടിഞ്ഞു വീണുപോകും. അപ്പൊ അതിലേക്കാണ് അനുബന്ധമായി നിങ്ങളിലേക്ക് ഈ ശാസ്ത്ര ശ്രവണത്തെ അടുക്കടുക്കായി നമ്മൾ വെച്ചു തരുന്നത്. അപ്പൊ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി പൂർണ്ണമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെ ഇതില്. അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കി എന്ന് കരുതണ്ട. അല്ലെങ്കിൽ മനസ്സിലായിട്ടുള്ളവരുണ്ടെങ്കിൽ നല്ലത് ഇരിക്കട്ടെ. ബ്രഹ്മത്തെ സംബന്ധിക്കുന്ന ഉപനിഷത്ത് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതുകൂടെ വരുമ്പോഴാണ് ഇത് പൂർണ്ണതയിൽ എത്തുക. അതെന്താണ്? അത് ബ്രഹ്മത്തിന്റെ നിർവചനം ഉപനിഷത്തിലാണ്. അപ്പോഴാണ് ഈ തത്വബോധത്തിൽ നിത്യാനിത്യ വസ്തു വിവേകം എന്ന് പറയുന്നത് എന്താണ്, ബ്രഹ്മം എന്താണ് മനസ്സിലാവും. ബ്രഹ്മത്തെ
ക്ഷമിക്കണം, ബ്രഹ്മത്തെ ഉപനിഷത്തിൽ പറയുന്നത് യദോവ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തദ് ബ്രഹ്മേതി വിജിജ്ഞാസസ്വ. യദോവ ഇമാനി ഭൂതാനി ജായന്തേ, ഇമാനി ഭൂതാനി, ഈ ഭൂതങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉത്പന്നമായി പ്രകടമായിക്കൊണ്ടിരിക്കുന്ന എല്ലാം ഒക്കെ ഭൂതങ്ങളാണ്. ഭൂസത്തായാം എന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇമാനി ഭൂതാനി, ഈ കാണുന്ന പ്രപഞ്ച ഘടകങ്ങളൊക്കെ എവിടെ നിന്നുണ്ടാകുന്നു? യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ, എവിടെ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്? ഏന ജാതാനി ജീവന്തി, ഏതിലാണ് ഇതെല്ലാം നിലകൊള്ളുന്നത്? യത് പ്രയന്തി അഭിസംവിശന്തി, ഏതിലേക്കാണ് ഇതെല്ലാം വിലയിക്കുന്നത്? തത് ബ്രഹ്മേതി വിജിജ്ഞാസസ്വ, അതിനെ ബ്രഹ്മമെന്ന് അറിഞ്ഞാൽ. അപ്പൊ ബ്രഹ്മത്തിന്റെ ഒടുക്കത്തെ നിർവചനമാണ് ഇതാണ് ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറയുമ്പോൾ എന്തോ ഒരു സാധനം എന്നല്ല, ഇത് നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടണം. അപ്പൊ എവിടെ നിന്നാണ് ഈ കാണായതെല്ലാം ആവിർഭൂതമായത്? എവിടെയാണ് ഈ കാണായതെല്ലാം? കാണായതെല്ലാം എന്ന് നമ്മുടെ വാക്കിന് കാണുക, കേൾക്കുക, രുചിക്കുക, സ്പർശിക്കുക എന്നുള്ള എല്ലാം തന്നെ ഉൾപ്പെട്ടു അനുഭവപ്പെടുന്നത്. എവിടെ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്? എവിടെയാണ് ഇതെല്ലാം നിലകൊള്ളുന്നത്? എവിടേക്കാണ് ഇതെല്ലാം വിലയിക്കുന്നത്? അപ്പൊ ഏതൊന്നിൽ നിന്നുണ്ടായി ഏതൊന്നിൽ നിലനിന്ന് ഏതൊന്നിലേക്ക് വിലയിക്കപ്പെടുന്നു, അതിനെ ബ്രഹ്മം എന്ന് അറിഞ്ഞാൽ. അപ്പോ ജഗത്ത് എന്ന ശബ്ദം ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താ ഈ ജഗത്ത് എന്ന് പറഞ്ഞാൽ? ജഗത്ത് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പ്രക്രിയകളുടെ ഏർപ്പാടാണ്. എന്തൊക്കെയാണത്? ഉണ്ടായി, നിലനിന്ന്, ഇല്ലാതെയാക്കുക. ഇതിന്റെ പേരാണ് ജഗത്ത് എന്ന്. ആ മൂന്ന് അക്ഷരങ്ങൾ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ജ ജായതേ ഇതി, ജ ജ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക, ജായതേ ഉണ്ടാകുക. ഗ എന്ന് പറഞ്ഞാല് ഗമ് ഗച്ച് പോകുന്നു. ത് എന്ന് പറഞ്ഞാലോ തിഷ്ഠതി നിലനിൽക്കുന്നു. അപ്പൊ ഉണ്ടാവുക, ഇല്ലാതെയാവുക. പിന്നെയോ ഈ ഉണ്ടാകലിന്റെയും ഇല്ലാതെയാകലിന്റെയും ഇടയിലുള്ള ഒരല്പം സമയമുണ്ട്, അതാണ് നിലനിൽപ്പ്. അതാണ് ഈ ജഗത്ത്. അപ്പൊ ജഗത്ത് മിഥ്യയാണ്, ബ്രഹ്മമാണ് സത്യം. അതെങ്ങനെയാ ശരിയാവുക? ഇത് ഒന്നുകൂടെ എന്ന് പറയാമോ? തീർച്ചയായിട്ടും. അപ്പൊ ഈ ജഗത്തിനെ നമുക്ക് ഒന്നുകൂടെ വിസ്തരിക്കേണ്ടത്. ജഗത്തിനെ വാസിഷ്ഠത്തിൽ വസിഷ്ഠൻ രാമനെ വിസ്തരിച്ചു കൊടുക്കുന്നത്, രാമ, ഈ കാണുന്നതെല്ലാം ഉണ്ട്, പഞ്ചഭൂതങ്ങളാണ്. സർവത്ര പഞ്ചഭൂതാനി. ജഗത്തിനെ നമുക്ക് അങ്ങനെ കാണാം. പഞ്ചഭൂതങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതിന്റെ ചേരുവയാണ് ഏതെടുത്താൽ. വസിഷ്ഠൻ രാമനെ ചാലഞ്ച് ചെയ്യുന്നത് ഷഷ്ടം കിഞ്ചിത് ന വിദ്യത എന്നാണ്. ആറാമതൊന്നിനെ കിട്ടൂല രാമ നിനക്ക് ഈ വിശ്വത്തിൽ. അതുകൊണ്ട് തന്നെ
ധീരന്മാർ മോഹിക്കുന്നില്ല എന്ന് അടുത്ത വരി കൊണ്ട് പറയുന്നു. ധീരോ തത്രന്ന മുഖ്യം. ഇത് ജഗത്തിനെ നമുക്ക് അങ്ങനെ പഞ്ചഭൂതങ്ങളായിട്ട് കാണാം. കുറച്ചുകൂടെ ജഗത്ത് മിഥ്യ എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളായിട്ടല്ല ജഗത്തിനെ മിഥ്യ എന്ന് അറിയാൻ മനനം ചെയ്യേണ്ടത്. അതെന്താണ്? ജഗത്ത് നാമങ്ങളും രൂപങ്ങളുമാണ്. നാമരൂപങ്ങളോട് കൂടിയിട്ടുള്ളതാണ് ഈ വിശ്വത്തിലെ എല്ലാം. ഏതെടുത്തു കഴിഞ്ഞാലും അതിനൊരു നാമമുണ്ട്, സ്വാഭാവികമായിട്ടും രൂപമുണ്ട്. രൂപത്തിൽ നിന്ന് നാമം ഉണ്ടാവുന്നു, രൂപത്തിനനുസൃതമായിട്ട് നാമം കൊടുക്കുന്നു. നാമമുണ്ട്, രൂപമില്ലാത്തതുണ്ട്. തീർച്ചയായിട്ടും വായു, ആകാശം, അങ്ങനെ അനേകമുണ്ട്. പിന്നെ നമ്മൾ അതിനെ അറിയാൻ അതിനൊക്കെ ഒരു രൂപം ഉണ്ടാക്കും. ഇപ്പൊ ഇലക്ട്രിസിറ്റിക്ക് ഒരു സൈനുണ്ട്, വൈഫൈക്ക് ഒരു സൈനുണ്ട്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള രൂപങ്ങളാണ്, പുതിയ പുതിയ രൂപങ്ങൾ. എന്തായാലും ആ രൂപം അതിനെ സൂചിപ്പിക്കുന്നതാണ്. വാസ്തവത്തില് ജഗത് മിഥ്യ എന്ന് പറയുമ്പോൾ നാമരൂപങ്ങൾ മിഥ്യയാണ് എന്നതാണ് അർത്ഥമാക്കുന്നത്. ശരിയല്ലേ? എല്ലാ നാമങ്ങളും രൂപങ്ങളും അയഥാർത്ഥ്യമാണ്. അത് ചിന്തിക്കാൻ, അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണമെന്നില്ല. ഏത് നാമവും രൂപവും അത് താത്കാലികമാണ്, അത് അനിത്യമാണ്. പ്രസിദ്ധമായിട്ട് വേദാന്തം ചർച്ച ചെയ്യുമ്പോൾ പ്രസിദ്ധമായിട്ട് എടുക്കാവുന്ന ഉദാഹരണം, പണ്ട് കാലം മുതൽ എടുക്കുന്ന ഉദാഹരണം സ്വർണവും ആഭരണവുമാണ്. അത് മനസ്സിലാക്കിയ അതിൽ നിന്നെല്ലാം, ഇപ്പൊ ലോഹവും അതുപോലെ ലോഹ ഉപകരണങ്ങൾ, ആഭരണം, ഇപ്പൊ വള, മാല, മോതിരം, അരഞ്ഞാണം, പാദസരം ഇത്യാദി ശബ്ദങ്ങളെല്ലാം തന്നെ അതിനനുസൃതമായിട്ടുള്ള രൂപങ്ങളും. വാസ്തവത്തിൽ അതിൽ നിത്യമായിട്ടുള്ളത് എന്താണ്? സ്വർണമാണ്. തദ് വ്യതിരിക്തം സർവമനിത്യം. ഇപ്പൊ നിത്യവസ്തു ഏകം ബ്രഹ്മ, തത് വ്യതിരിക്തം സർവമനിത്യം എന്നത് ജ്വല്ലറിയിൽ നമ്മൾ കാണുന്ന നിത്യവസ്തു ഏകം സ്വർണം, തത് വ്യതിരിക്തം. തത് വ്യതിരിക്തം എന്ന് പറഞ്ഞാൽ എന്താ? വള, മാല, കമ്മല്, മോതിരം, അരഞ്ഞാണം. വാസ്തവത്തിൽ ഇങ്ങനെ രണ്ട് എൻറ്റിറ്റി, സ്വർണം വേറെ ആഭരണം വേറെ, ഇങ്ങനെ രണ്ടെണ്ണം നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. നേരത്തെ ടെസ്റ്റർ ഈ വീട്ടിൽ ഇല്ല എന്ന് പറഞ്ഞതുപോലെ ആവരുത്. അതെ, അങ്ങനത്തെ ഇല്ലായ്മയല്ല. അപ്പോ ഒരു പവൻ മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവൻ സ്വർണമാണ്, അതിന്റെ തൂക്കമാണ്, അതിന്റെ ഒരു മെഷർമെന്റ് ആണ്. ഒരു പവൻ ഇത്ര ഗ്രാം, 16-18 ഗ്രാമോ എത്ര ഗ്രാമോ, ഇത്രയെന്ന് അറിയില്ല കൃത്യമായിട്ട്. ഇനി ഇതിന് സംശയം പറയരുത്, അതായത് സ്വാമി ഇത്ര ഗ്രാമാണ് ഇത്ര സ്വർണം എന്നുള്ളത് നമുക്കറിയില്ല. ഒരു പവൻ എത്ര ഗ്രാമാണ്, പിന്നെ കുറെ അറിവില്ലായ്മ നമുക്ക്. 16 തോന്നുന്നുണ്ട്, ആവട്ടെ, ഓർമ്മയെന്ന് പറയാം, ധരിച്ചു വെച്ചത്. അപ്പോ സ്വർണം നിത്യമാണ്, ആഭരണങ്ങളോ അനിത്യമാണ്, ഒരു നിലനിൽപ്പും ഇല്ലാത്തതാണ്. അപ്പൊ ഈ ആഭരണങ്ങൾ ഏതിലാണ് ഉണ്ടായത്? സ്വർണത്തില്. ഏതിലാണ് നിലനിൽക്കുന്നത്? സ്വർണത്തില്. ഏതിലേക്കാണ് വിലയിക്കുന്നത്? സ്വർണത്തിലേക്ക്. ഇമാനി ഭൂതാനി ജായത, ഈ ആഭരണങ്ങളെല്ലാം ജായത ഉണ്ടായത് എവിടെ നിന്നാണ്? സ്വർണത്തില്. ഈ ആഭരണമായി നിലനിൽക്കുമ്പോഴും ഇത് എവിടെയാണ് നിൽക്കുന്നത്? സ്വർണത്തില്. ഈ ആഭരണങ്ങളൊക്കെ ഇല്ലാതെയാവുമ്പോൾ, ഉരിക്കുന്ന സമയത്ത് അത് ഇല്ലാതെയാകുമ്പോഴും എവിടേക്കാ പോകുന്നത്? സ്വർണത്തിലേക്ക്. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വതും അതിന്റെ അടിസ്ഥാനമായിട്ട് ആദ്യം എണ്ണുമ്പം ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, അതിൽ നിന്നാണ് പിന്നെ ഈ കാണുന്നതെല്ലാം. അതെല്ലാം തന്നെ
സ്വർണത്തിൽ ഉണ്ടായി നിലനിന്ന് സ്വർണത്തിലേക്ക് വിലയിക്കുന്ന ആഭരണം കണക്കെ ഈ വിശ്വത്തിലെ എല്ലാം അതിലെ നിത്യമായിട്ടുള്ളതിനെയാണ് ബ്രഹ്മം, അനിത്യമായതാണ് ജഗത്. ഈ വിവേകം, ഇതിനെയാണ് നിത്യാനിത്യ വസ്തു വിവേകം എന്ന് പറയുന്നത്. നിത്യാനിത്യ വസ്തു വിവേക കഹ എന്ന് ചോദിച്ചതിന് നിത്യവസ്തു ഏകം ബ്രഹ്മ തദ് വ്യതിരിക്തം സർവമനിത്യം അയമേവ നിത്യാനിത്യ വസ്തു വിവേക. അപ്പൊ ഒരാൾക്ക് വിവേകം ഉണ്ടായി, വിവേകോദയം, വിവേകം ഉദിച്ചു, സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താത്പര്യം? ആൾക്ക് ബോധ്യപ്പെട്ടു, ഞാൻ തന്നെയാണ്, എന്നെ നിർമ്മിച്ചത് എന്തുകൊണ്ടാണോ അതുകൊണ്ടായി കാണായതല്ല. സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഈ വിശ്വത്തിന്റെ, ഈ വിശ്വമായിരിക്കുന്നത് എന്തോ ഞാൻ കൂടെ ചേർന്നതാണ്, അല്ലാതെ വേറെന്താണ്? വേറിട്ട് എന്തെങ്കിലും എനിക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ല. എല്ലാം ഒരു, അതാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്. നിങ്ങൾ കേവലം ശരീരമാണെന്ന് കരുതുമ്പോൾ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. നിങ്ങൾ ജീവനാണെന്ന് കരുതുമ്പോഴോ ഈ നിത്യ അഗ്നിയുടെ ഒരു സ്ഫുലിംഗമാണ്. എന്നാൽ നിങ്ങൾ ആത്മാവെന്ന് കരുതുമ്പോൾ നിങ്ങൾ സർവസ്വമാണ്. അയമേവ നിത്യാനിത്യ വസ്തു വിവേക. ഇവിടെ നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത് വിവേകവും ബ്രഹ്മവും. അപ്പോ അഹം ബ്രഹ്മാസ്മി എന്നത് വിവേകത്തിൽ സംഭവിക്കുന്നത്. അഹം ബ്രഹ്മാസ്മി. ഇനി നമുക്ക് ഇത് ക്ലിയറായി എന്ന് തോന്നുന്നു. ഇതിൽ ഇനിയും വിശദീകരണത്തിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇനി എന്തെങ്കിലും ഇതിൽ ഈ ഭാഗം വ്യക്തമാകാതെ മുന്നോട്ട് പോകരുത്. ആർക്കെങ്കിലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പില് വോയിസ് മെസ്സേജ് ആയിട്ടോ എഴുതിയിട്ടോ അറിയിക്കാം. ശരി, തുടർന്ന് അടുത്ത സ്വാഭാവികമായ ചോദ്യം, നിത്യാനിത്യ വസ്തു വിവേക ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗ. രണ്ടാമത്തത് ശമാധി ഷഡ്ക സമ്പത്തി. മൂന്നാമത്തത് മുമുക്ഷുത്വം. നാലാമത്തേത്. ഇതിലെ ഒന്നാമത്തേതിനെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. രണ്ടാമത്തത് ചോദ്യം ചോദിക്കുന്നു ശിഷ്യൻ, വിരാഗ കഹ. എന്താണ് വിരാഗം? ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗ, ഇതാണ് രണ്ടാമത്തെ ഗുണമായി പറഞ്ഞത്. അതിന്റെ ആ ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗ എന്നുള്ളതിനെ അതിലെ സംക്ഷിപ്തമായിട്ട് ഗുണമായി പറയുമ്പം വൈരാഗ്യം, അതിനാണ് വിരാഗ. എന്താണ് വൈരാഗ്യം? എന്താണ് വിരാഗം? വിരാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പറഞ്ഞപ്പോ തന്നെ ഈ വിരാഗം എന്താണ്, വൈരാഗ്യം എന്നുള്ളതിന് എങ്ങനെയുള്ള വൈരാഗ്യം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിലെ ആദ്യ ഭാഗത്ത്. അതാണ് ഇഹാമുത്രാർത്ഥ ഫലഭോഗ എന്ന് പറഞ്ഞത്. അതാണ് അതിന്റെ താത്പര്യം. എന്നാലും ഇവിടെ വിസ്തരിക്കുന്നു. എന്താണ് വിരാഗ കഹ? വിരാഗ കഹ, എന്താണ് വൈരാഗ്യം? ഇഹ സ്വർഗഭോഗേഷു ഇച്ഛാരാഹിത്യം. ഇഹ സ്വർഗഭോഗേഷു ഇച്ഛാരാഹിത്യം. അപ്പോ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറെ ഗുണമുണ്ട്. എന്താ ഗുണം എന്നാണെങ്കിൽ ചില ധാരണകളൊക്കെ നമുക്ക് ശരിയായി കിട്ടും. സനാതന ധർമ്മത്തിന്റെ
ആത്യന്തികമായ ലക്ഷ്യം സനാതന ധർമ്മിയുടെ അല്ലെങ്കിൽ സനാതന ധർമ്മത്തെ അനുസന്ധാനം ചെയ്യുന്ന ആ മാർഗത്തിൽ ചരിക്കുന്ന ആളെ ഭക്തനെന്നോ എന്ത് പേര് വേണമെങ്കിലും നമുക്ക് സംബോധന ചെയ്യാം. അങ്ങനെ ഒരാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമാണോ എന്ന് ചോദിച്ചാൽ വലിയൊരു കൂട്ടർ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. സ്വർഗമാണ്, സ്വർഗപ്രാപ്തിയാണ് നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം, അല്ലെങ്കിൽ സ്വർഗത്തിൽ എത്തുക. അങ്ങനെയല്ലേ സ്വാമി? അങ്ങനെയല്ല. ആ സ്വർഗം ഇത്യാദി പരിപാടികളൊക്കെ തന്നെ ആദ്യം തന്നെ ഇത് അവിടെ കശാപ്പ് ചെയ്യും. എന്താ പറയാ, ഈ സ്വർഗത്തിൽ പോണം എന്നുള്ള ആർക്കെങ്കിലും അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ അവൻ ഇതിന് യോഗ്യനല്ല. ഇഹ ഇവിടെ, എവിടെയാ ഇവിടെ? ഇഹ എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിൽ, ഈ ലോകത്തിൽ, ഈ അനുഭവ മണ്ഡലത്തിൽ, നമ്മുടെ ചുറ്റുപാടില്, അതുപോലെ തന്നെ സ്വർഗ ഭോഗേഷു, സ്വർഗത്തിൽ പോയിട്ട് അവിടെ പോയി വീഞ്ഞു കുടിക്കാം, അവിടെ പോയി ഇന്നെന്ന അനുഭവങ്ങൾ നടത്താം, അവിടെ പോയി അങ്ങനെ സ്വർഗത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോയാൽ നിങ്ങൾക്ക് ഇത് കിട്ടും അത് കിട്ടും എന്നൊക്കെ പറയുന്ന കുറെ പ്രഭാഷണങ്ങളൊക്കെ സന്ദർഭവശാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഓരോരുത്തരെ അയച്ചു തരാറുണ്ട്. സ്വർഗത്തെ കുറിച്ചുള്ള വിവരണം ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇവരിപ്പം പോയിട്ട് ഇങ്ങോട്ട് സ്വർഗത്തിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്നതാണ്, എന്നിട്ട് ഇവരെ ബാക്കിയുള്ളവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. ഭൂലോക മണ്ടത്തരാണ് എന്തായാലും. ഒരിക്കൽ ഇതുപോലെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരുടെയൊക്കെ ആരൊക്കെയാണ് സ്വർഗത്തിൽ പോകേണ്ടത്, ആഗ്രഹമുള്ളവർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോ എല്ലാവരും കൈപൊക്കി. ശരി, 5 മിനിറ്റ് കൊണ്ട് സ്വർഗത്തിൽ പോകേണ്ടത് ആർക്കൊക്കെയാണ്? 5 മിനിറ്റ് റെഡി ആയിക്കോളൂ. ആരൊക്കെ ഉണ്ട്? ആരുമില്ല എന്ന് പറയാം. കാരണം ഇവർക്ക് മരണാനന്തരാണ് സ്വർഗം എന്ന് പറയുന്ന ഒരു സങ്കല്പം. എന്തായാലും അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ തന്നെ ഇഹ സ്വർഗഭോഗേഷു, ഇവിടെയും അതുപോലെ ഇഹലോകത്തിലും പരലോകത്തിലും വേറെ ഏതെങ്കിലുമൊക്കെ ലോകത്തിൽ പോയിട്ട് ഇവിടെ എനിക്ക് കാറൊന്നും കിട്ടിയില്ല, അവിടുത്തെ കാറിനെ കുറിച്ചൊക്കെ വിസ്തരിക്കുന്നുണ്ട്. എങ്ങനെയുള്ള കാറുകളാണ്? ഇവിടെയാണെങ്കിൽ എനിക്കൊരു വിവാഹം പോലും നടന്നിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ശരിയല്ല, എൻ്റെ ഭർത്താവ് ശരിയല്ല, ഇങ്ങനെയാണ് എന്നൊക്കെ. ഇതിന്റെ എല്ലാം പരിഹാരം എവിടെയാണ്? സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ നിനക്ക് ഇങ്ങനെയുള്ള ഭാര്യയൊക്കെ ഉണ്ടാവും. ഭാര്യയല്ല, ഭാര്യമാർ ഉണ്ടാവും. ഈ ഭർത്താക്കന്മാര് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. മദ്യം ഇഷ്ടം മാതിരി ഇവിടെ കിട്ടാനിട്ടാണോ? ഇവിടെ കിട്ടാത്ത പലതുമാണ് പലതും ഉണ്ട് എന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ കിട്ടുന്ന സാധനമാണ്. ചുരുക്കി പറഞ്ഞാൽ സ്വർഗത്തെ കുറിച്ചുള്ള വിവരണം ഒരു കാസിനോ ആണ്. അമേരിക്കയിലെ ലാസ് വെഗാസ് ആണ് സ്വർഗം എന്ന് പറഞ്ഞാൽ തിന്നുക, കുടിക്കുക, വ്യഭിചരിക്കുക, അതിനാരും പോലീസ് ഒന്നും പിടിക്കില്ല, ഫുൾ ഫ്രീഡം. അങ്ങനെയുള്ള അതിനെയാണ് പലപ്പോഴും സ്വർഗ വിവരണമായിട്ട് കേൾക്കുന്നത്. അതിവിടെ ഇല്ലേ? അതിനിപ്പോ എത്ര മെനക്കെട്ട് നിങ്ങൾ ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒരു ഞരമ്പ് രോഗിയായി തീരേണ്ടതുണ്ടോ? ആവശ്യമില്ല. ഇവിടെ പറയുന്നു ഇഹ സ്വർഗഭോഗേഷു, ഇത്തരം ഭോഗ്യ വസ്തുക്കളിൽ, ഇത്തരം ലൊട്ടിലൊടുക്ക് വസ്തുവകകളിൽ ഇച്ഛാരാഹിത്യം, താത്പര്യം ഒഴിഞ്ഞിട്ടുള്ള, അങ്ങനെയുള്ള താല്പര്യം ഒഴിയലിനെയാണ് വൈരാഗ്യം എന്ന് പറയാം. വൈരാഗ്യത്തിന് 2 വിധത്തിൽ അതിനെ കൃത്യമായിട്ട് പറയും. ഈ നിത്യമായതിനോട് രാഗവും അനിത്യമായതിനോട് രാഗമില്ലായ്മയും. അതാണ് ഇവിടുന്ന് ചേർന്ന് വരിക. ഏതാ നിത്യമായത്? ബ്രഹ്മം. അതിനോട് രാഗം. അനിത്യമായിട്ടുള്ള ബാക്കി എല്ലാറ്റിനോടും രാഗമില്ലായ്മ. കഠോപനിഷത്തില് യമധർമ്മൻ നചികേതസിന്
സത്യം ഉപദേശിക്കുന്നതിന് മുമ്പ് ഈ പയ്യൻ ഇതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. സാധനാ ചതുഷ്ടയ സമ്പന്നാധികാരിയാണോ ഇവൻ? ആദ്യത്തേത് ഉള്ളത് കൊണ്ടാണ് ഇവൻ വന്നത്. നിത്യമേത് അനിത്യമേത് എന്ന് അറിയാനുള്ള താല്പര്യമുള്ളതുകൊണ്ട് ഇവൻ വന്നു. ശരി. ഈ ശമസമാധി ഷഡ്ക സമ്പത്തി ഉണ്ടോ അവന്? തീർച്ചയായിട്ടും. 3 ദിവസം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെയാണ് അവിടെ യമനെ കാണാൻ വേണ്ടി കാത്തിരുന്നത്. അപ്പൊ അതിലും പാസ്സാണ്. അടുത്ത ഈ പറഞ്ഞ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഈ വൈരാഗ്യം. അതിവന് ഉറച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി യമൻ നചികേതസ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവല്ല പറഞ്ഞു. നചികേതസിന് വലിയ ഓഫർ കൊടുത്തു. ആ ഓഫർ എന്താണ്? ഈ പറഞ്ഞ ഇമാരമ സതുര്യ, ഈ സ്ത്രീകളോടൊപ്പം രമിക്കൂ. എന്നിട്ടോ യാവത് ഇച്ഛസി, എത്ര കാലം നിനക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ താവത്, അത്ര കാലം അടിച്ചു പൊളിച്ചു കഴിഞ്ഞു മോനെ. യമൻ നചികേതസിന് ഓഫർ ചെയ്തത് ഈ പറഞ്ഞ ഒരു ലാസ് വെഗാസ് ആണ്. ഒരു വലിയൊരു ലാസ് വെഗാസ് എന്ന് പറയുന്ന മുഴുവൻ സ്ഥലമല്ല, ഒരു നൈറ്റ് ക്ലബ്, ഒരു എന്താ പറയാ ഫ്രീ ക്ലബ് അങ്ങോട്ട് നചികേതസിന് ഓഫർ ചെയ്തു. മരണം മാനുപ്രാക്ഷി, നീ ആ മരണത്തിന്റെ രഹസ്യത്തെ കുറിച്ച് മാത്രം എന്നോട് ചോദിക്കരുത്, നീ ഇതൊക്കെ അനുഭവിക്കും. അപ്പോ നചികേതസ് എന്തു പറഞ്ഞു? തവൈവ വാഹ തവ നൃത്യ ഗീതേ, നിങ്ങളുടെ പാട്ടും ഡാൻസും കൂത്തും ഒക്കെ നിങ്ങളുടെ കയ്യിലിരുന്നോട്ടെ. അന്യത്ര അസ്മാത് അന്യത്ര ധർമാത് കൃതാകൃതാച്ച യത്തത് പശ്യസി തദ്വദ. ധർമാധർമ്മങ്ങൾക്കപ്പുറത്ത്, ഈ പറഞ്ഞ ഉണ്മയ്ക്കും ഇല്ലായ്മയ്ക്കും ഒക്കെ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ബോധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ഇതൊക്കെ അന്ന് തന്നെ വെച്ചോളൂ. അതാണ് ഇവിടെ പറഞ്ഞ ഇഹ സ്വർഗഭോഗേഷു ഇച്ഛാരാഹിത്യം. ഇത് നമ്മൾ പലപ്പോഴും എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ ഇതാണല്ലോ ഈ നമ്മളൊരു തീർത്ഥയാത്രയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ തീർത്ഥയാത്രയുടെ ഏറ്റവും ഉദ്ദേശം തന്നെ ഒരു ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളതിലാണ്. അപ്പൊ അവിടെ നമുക്ക് അത് ശരിയായില്ല ഇത് ശരിയായില്ല, ഇതെനിക്ക് കിട്ടിയില്ല അതെനിക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മളെ പരീക്ഷിക്കുന്ന, നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വരുന്ന ഒന്നാണ്. ഈ ലോകത്ത് നമ്മുടെ മുന്നിൽ ഇത്തരം വിഭവങ്ങളൊക്കെ ഉണ്ട്. ഈ വിഭവങ്ങളോട് നമ്മുടെ സമീപനം എന്താണ്? ഇവിടത്തതിനോട്, ഇനി വേറെ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനോട് അതൊക്കെ ഒഴിഞ്ഞിട്ടുള്ളതാണ് രണ്ടാമത്തെ യോഗ്യതയായിട്ടുള്ള വൈരാഗ്യം. നിത്യാനിത്യവസ് ഇഹ സ്വർഗഭോഗേഷു ഇച്ഛാരാഹിത്യം. അങ്ങനെയാണെങ്കിൽ ഒരു ശമാധി സാധന സമ്പത്തി കാ. എന്താണ് ഈ ശമതമ ഇത്യാദികളൊക്കെ? പറയാം, നാളെ പറയാം.